പ്രൊമോയിൽ പറഞ്ഞ പോലെ തന്നെ ആർമിയുടെയും PR വർക്സിന്റെ അണ്ടറിൽ നമ്മൾ പെട്ടു പോവാണ്ടിരിക്കുക. ദേ വിൽ ഡു ദെയർ, അവരുടെ ഗെയിം പ്ലേ അവർ ചെയ്യും. എന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കും, ഫേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഓരോ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എന്താണ് കോntestനെ കുറിച്ചിട്ട് വളരെ അപമാനിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യും. എന്നിട്ട് നമ്മൾ അത് വിശ്വസിച്ചിട്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല. അപ്പോൾ ദ റൈറ്റ് കോണ്ടസ്റ്റൻസ് അവിടെ നിൽക്കാണ്ട് എലിമിനേറ്റ് ആയി പോകും. Then finally we will say show നന്നായില്ല, ഷോ വാസ് സോ ബാഡ് ബിക്കോസ് റൈറ്റ് കോണ്ടസ്റ്റൻസ് ഉണ്ടാവില്ല. റൈറ്റ് കോണ്ടസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരുന്നു, ബട്ട് വി ഓഡിയൻസ് നല്ല കോണ്ടസ്റ്റൻസിനെ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് PR ആൻഡ് സ്റ്റുപ്പിഡ് ആർമി വർക്സ്. വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിമിനേഷൻ ഫസ്റ്റ് വീക്കിൽ എലിമിനേഷൻ ശരിക്കും കുറച്ചും കൂടി ഒന്ന് ഒരു 9-10 ഡേയ്സ് കഴിഞ്ഞ് മിഡ് വീക്ക് എലിമിനേഷൻ എവിക്ഷൻ ആക്കണമായിരുന്നു. കാരണം ഒരു 4-5 ഡേയ്സിലൊന്നും ഒരാൾക്ക് വലിയൊരു ഇംപ്രഷൻ മറ്റുള്ളൊരാളെടുത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ 10-9 ഡേയ്സ് ഒരു മിനിമം വെച്ചിട്ട് എന്നിട്ട് ഫസ്റ്റ് എവിക്ഷൻ നടത്തണം. ബട്ട് ദിസ് ഇസ് ടു ഏർലി ടു ഒരാളെ ജഡ്ജ് ചെയ്യാൻ, ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇറ്റ്സ് ടു ഏർലി ആണ്. നെക്സ്റ്റ് സീസണെങ്കിലും ബിഗ് ബോസ് ഇത് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഡേ 5-ലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം. ബി റെസ്പോൺസിബിൾ, ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബി റെസ്പോൺസിബിൾ. നിങ്ങളുടെ ഈച്ച് വോട്ട് ഈസ് മച്ച് നീഡഡ്. അതായത് റൈറ്റ് കോണ്ടസ്റ്റന്റ്, റൈറ്റ് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. എന്നാലാണ് ഈ പ്രോഗ്രാം ലാലേട്ടൻ പറഞ്ഞ പോലെ അഗെയിൻ എൻഗേജിങ് ആൻഡ് എന്റർടൈൻമെന്റ് ആവുള്ളൂ. സവാരിക്കിരിക്കിരി.